നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന വിക്രത്തോട് വേദ ആ സത്യങ്ങളൊക്കെ തുറന്നു പറയണം. എല്ലാത്തിനും പിന്നില് തൻ്റെ ചേട്ടനാന്നുള്ള കാര്യം ശ്രീകാന്ത് പറഞ്ഞിട്ടാണ് താൻ വീട് വിട്ടു പോകുന്നതും അതുപോലെ തന്നെ ഡിവോഴ്സ് പേപ്പർ സൈൻ ചെയ്ത് കൊടുത്തതൊക്കെ എല്ലാ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനായിപ്പോയി വിക്രത്തിന്. അത് മാത്രമല്ല, ശ്രീകാന്തിന്റെ സംസാരവും കാര്യങ്ങളും ഒക്കെ വിക്രത്തിനോട് പറയുന്നുണ്ട്. താൻ ഈ വീട്ടിൽ വന്നതിന് ശേഷം പുളിക്കൻ ശ്രീകാന്തിനെ വിളിച്ച കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് സഹിച്ചില്ല. വിക്രം ചാടി എഴുന്നേറ്റു. ഇപ്പൊ തന്നെ കാണിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. അവന് കളിച്ച് കളിച്ച് ഇത്രത്തോളം ആയില്ലേ. എൻ്റെ അച്ഛന് നേരെ ഓങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ സഹിക്കില്ല. എൻ്റെ അച്ഛനെ കൊല്ലാൻ നോക്കിയ പിന്നെ ഞാൻ വെറുതെ ഇരിക്കണോ? അത് മാത്രമല്ല, നമ്മുടെ ജീവിതം തകർക്കാൻ നോക്കി, എൻ്റെ ജീവിതം തകർക്കാൻ നോക്കി. അവനെ ഞാൻ വെറുതെ വിടണോ വേദ? ഇപ്പൊ തന്നെ ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ളെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേദ കയ്യിലേക്ക് ചാടി കയറി പിടിച്ചു. വിക്രം പ്ലീസ്, ഇപ്പൊ ദൈവത്തെ ഓർത്ത് ഒന്നിനും പോവരുത്. നിനക്കറിയാലോ, ഇപ്പം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാവും. നമുക്ക് കുറേ പ്രതീക്ഷകളൊക്കെ ഇല്ലേ. ഇന്നൊരു രാത്രിയും കൂടെ കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. നാളെ പുളിക്കനെ കൊണ്ടുവരും. പുളിക്കൻ വന്നു കഴിഞ്ഞാൽ പിന്നെ സത്യങ്ങളൊക്കെ പറയും. അങ്ങനെ വിക്രം നിരപരാധി എന്ന് തെളിയുകയും ചെയ്യും. അത് കേട്ട് കഴിഞ്ഞപ്പം വിക്രം പറഞ്ഞു, അല്ല അത് പിന്നെ പേടിക്കേണ്ട വിക്രം, ഇന്നൊരു രാത്രി കൂടെ കഴിയട്ടെ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇതിനു വേണ്ടിയിട്ടാണോ? വിക്രം ചാടിക്കയറി എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെന്ന് ഓർത്തു നോക്കി. വിക്രത്തിന് ഈ വീട്ടിൽ നിന്നും കൂടെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ നാളെ അത് വലിയ വാർത്തയാവും. വിക്രം പിന്നെ നിരപരാധിയാന്ന് തെളിയിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് വിക്രം ഒരു അഭിപ്രായത്തിനും പോകരുതെന്ന് പറഞ്ഞു. അങ്ങനെ വിക്രത്തിനെ ഒന്ന് അടക്കി നിർത്തുകയാണ്. വിക്രത്തിന് നല്ല സങ്കടം ഉണ്ടായിരുന്നു. ഇവൾ ഇത്രമാത്രം വേദനയൊക്കെ അനുഭവിച്ചിരുന്നോ? പാപം, താൻ ഇവളെ കുറ്റപ്പെടുത്തി എന്നിട്ട് തൻ്റെ അച്ഛനും തൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ടാണ് ഇവളെ ഈ ത്യാഗമൊക്കെ ചെയ്തത്. തന്നോട് ഇവൾക്ക് അത്രമാത്രം ഇഷ്ടമുണ്ടായിരുന്നു. എന്നിട്ട് പോലും അവൾ ആ വീട് വിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തൻ്റെ കുടുംബത്തിന് ആപത്തും സംഭവിക്കില്ലെന്ന് കരുതിയിട്ടാ. കുടുംബത്തെ അവൾ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, തൻ്റെ കുടുംബത്തെ. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ വിക്രത്തിന് വല്ലാത്ത സങ്കടമായി. വിക്രം വേദയെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ ഇപ്പം എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നുന്നുണ്ട്. എന്തിന്? അല്ല, ഞാൻ നിന്നെ ഇത്ര വേദനിപ്പിച്ചില്ലേ? നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നിന്റെ മനസ്സ് മനസ്സിലാക്കാനായിട്ട് ഞാൻ വൈകി. അതൊന്നും സാരമില്ല വിക്രം, കഴിഞ്ഞത് കഴിഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ വേദനയെങ്കിലും ഞാൻ ആരോട് പറയാനാ? എനിക്കിത് ആരോടും പറയാൻ പോലും പറ്റില്ലായിരുന്നു. ഞാൻ കുറേ കാലം ഇത് മനസ്സിൽ തന്നെ കൊണ്ടു നടക്കുന്നേ. ഒരു പക്ഷേ ഈ പറയുന്ന പുളിക്കനെ പിടിക്കുന്നതോട് കൂടിയിട്ട് സത്യങ്ങളൊക്കെ പുറത്തു വരും. എല്ലാ സത്യങ്ങളും പുറത്തു വരണം. കാരണം ഇത്രയും വലിയ ക്രൂരതയൊക്കെ ചെയ്ത് എൻ്റെ ചേട്ടനൊക്കെ ശിക്ഷ കിട്ടണം. അപ്പോൾ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നിന്നത്. എന്താണെങ്കിലും ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ. അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പറ്റുമല്ലോ. അതാ എനിക്കൊരാശ്വാസം എന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് അനിയും കൊട്ടാൻ ആകെപ്പാടെ ഞെട്ടി വരച്ച് നിൽക്കുമായിരുന്നു. ശ്രീകാന്ത് ചന്ദ്രശേഖരനും വന്ന് ചെയ്തിട്ട് പോയ കാര്യങ്ങളൊക്കെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പെട്ടെന്ന് അവിടെ നിന്നിട്ട് ജോസഫിനെ വിളിക്കുകയാണ്. എടാ ജോസഫെ, പെട്ടെന്ന് വരാൻ പറഞ്ഞു. എന്താ കാര്യം എന്താ? അപ്പം ജോസഫിനെയും കൂട്ടി ജോണി മാറിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ പറയുന്ന ശ്രീകാന്തും ചന്ദ്രശേഖരനും ഒക്കെ ആ വീട്ടിലേക്ക് വരുമ്പോൾ ലൊക്കേഷൻ മാപ്പൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് വരണ സമയത്ത് അവിടെ ജോസഫൊന്നും കാണരുത്, അതിന് വേണ്ടിയിട്ട് അങ്ങനെ അവളെ മാറ്റിക്കൊണ്ട് പോയിട്ടൊരു സ്ഥലമുണ്ട്, അവിടെ നല്ല മദ്യം കിട്ടും എന്നൊക്കെ പറഞ്ഞ് അവൾ വിളിച്ചുകൊണ്ട് പോയതാ. അപ്പോഴാണ് അനിയൻകുട്ടൻ്റെ കോള് വരുന്നത്. അനിയൻകുട്ടൻ വിളിച്ചിട്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞു. എന്താ കാര്യം വന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജോണിക്ക് അപകടം എടുത്തു. ജോണിക്ക് മനസ്സിലായി ശ്രീകാന്ത് സാറും ചന്ദ്രശേഖരനും വന്നിട്ട് കാര്യം നടത്തിയിട്ട് പോയി കാണും. പുളിക്കൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി കാണുമെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ജോണിയും അനിയൻകുട്ടനും അങ്ങോട്ടേക്ക്, ജോണിയും ജോസഫും കൂടെ അങ്ങോട്ട് വരുവാണ്. അപ്പോഴേക്കും അനിയൻകുട്ടൻ അങ്ങോട്ട് ഓടിച്ചെന്നു. ചതിച്ചടാന്ന് പറഞ്ഞു. എന്താ കാര്യം എന്താ? പുളിക്കൻ എന്തോ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോഴാണ് അനിയൻകുട്ടൻ പോയി പുളിക്കനെ കാണിച്ചു കൊടുക്കുന്നത്. ഇതാരാ ചെയ്തതെന്ന് ചോദിച്ചു. അത് പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും ജോസഫ് പറഞ്ഞു, എടാ ആരാ ചെയ്തേ? അത് പിന്നെ ഞാൻ വ്യക്തമായിട്ട് കണ്ടില്ല എന്ന് പറഞ്ഞു. കാരണം അങ്ങനെ പറയാനാണ് അനിയൻകുട്ടൻ ആ സമയത്ത് തോന്നിയത്. ജോണിയും കൂടെ ഉള്ളതുകൊണ്ട് അനിയൻകുട്ടൻ കൂടുതലൊന്നും പറയാൻ പോയില്ല. ഈ സമയത്ത് ജോണി പറഞ്ഞു, ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും? ഒരു പക്ഷേങ്കിൽ നാളെ പോലീസ് അന്വേഷിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ചിലപ്പോൾ പ്രതികളാക്കും. നമ്മളാണ് ഇതിവിടെ വന്ന് ചെയ്തതെന്ന് പറയും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ജോസഫ് പറഞ്ഞു, ഇനിയിപ്പം വാസവ് സാറിനോട് എന്ത് പറയും? അതെന്തേലും ഞാൻ പറഞ്ഞോളാം, കണ്ടില്ലെന്ന് എങ്ങാനും പറയാം, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയിലേക്ക് കുറ്റം വരുമെന്ന് പറഞ്ഞു. അനിയൻകുട്ടനൊക്കെ ആകെപ്പാടെ വെപ്രാളമായപ്പേ
എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ജോസഫ് പറഞ്ഞു, ഇനിയിപ്പം നമ്മളെ പിടികൂടുവോ, പോലീസ് അങ്ങാനും നമ്മളോട് വന്നിട്ടുണ്ടെന്നൊക്കെ അറിഞ്ഞിട്ട് നമ്മളെ തേടി വരുമോ എന്ന് ചോദിച്ചു. ഇപ്പം തൽക്കാലത്തേക്ക് ഇവിടുന്നേക്ക് രക്ഷപ്പെടാമെന്ന് ജോണി പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, അവരവിടുന്ന് രക്ഷപ്പെടുവാണ്. അപ്പം ജോണിക്ക് മനസ്സിലായി ശ്രീകാന്ത് സാറൊക്കെ വന്ന് കാര്യം നടത്തിയിട്ട് പോയെന്ന്. ഇനി എന്താണെങ്കിലും ഇവ ശബ്ദിക്കില്ലോ എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു. ആ സമയത്ത് ശ്രീകാന്ത് ചന്ദ്രശേഖരനും കൂടെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് തിരികെ പോവാണ്. കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവർ വണ്ടി ഒരു സൈഡ് ഒതുക്കി നിർത്തി. പിന്നീട് ശ്രീകാന്ത് തൻ്റെ ദേഹത്തെ ചോരയൊക്കെ തുടച്ച് നീക്കുവാണ്. ആ സമയത്ത് ചന്ദ്രശേഖരൻ പറഞ്ഞു, ഇനിയിപ്പോൾ എങ്ങാനും പോലീസ് നമ്മളെ പിടികൂടുവോ, നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നെന്നുള്ളതിൻ്റെ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. ഇനിയിപ്പോൾ ഉണ്ടായിപ്പോലും അവിടെ വേറെ അവന്മാരൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവന്മാരുടെ തലയിലേക്ക് നമുക്ക് കുറ്റം കെട്ടി വെക്കാമെന്ന് പറഞ്ഞു. ആ കാര്യം ഓർത്ത് അച്ഛൻ പേടിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ശ്രീകാന്ത് പറഞ്ഞു, അവനെ തീർക്കണമായിരുന്നു. കാരണം അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ നമുക്ക് പാരയാണ്. അവൻ നാളെ പോയി വാസവനോടൊക്കെ സത്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. വാസവൻ നമ്മളെ വെറുതെ വിടത്തില്ല. അങ്ങനെ ഏക സാക്ഷി ഇല്ലാതായില്ലേ, ഇനിയിപ്പം വിക്രം തന്നെയായിരിക്കും കുറ്റക്കാരൻ. വാസവൻ വിക്രത്തിന് നേരെ തിരിഞ്ഞോളൂ എന്ന് പറഞ്ഞു. ഇനി വിക്രമായിരിക്കും വരുണിനെ കൊന്നേ എന്ന് വാസവൻ വിശ്വസിച്ചോളും. അത് മാത്രമല്ല, ആ സത്യങ്ങളൊക്കെ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് പുളിക്കനെ വിക്രം തട്ടിന്ന് ഒരു കഥയും കൂടെ ഉണ്ടാക്കാം. എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അത് ശരിയാ, ഒരു കാര്യം ചെയ്യാം, നാളെ സത്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ അങ്ങനെ പുറലോകം അറിയാനായിട്ട് പാടുള്ളൂ പറഞ്ഞു. നമ്മളൊന്നും അറിഞ്ഞിട്ടുമില്ല, കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അങ്ങനെ സന്തോഷത്തോടെ ശ്രീകാന്ത് ചന്ദ്രശേഖരനും കൂടെ പോവാണ്. ഈ സമയത്ത് വിക്രത്തിലുള്ള ആഹാരമൊക്കെ ആയിട്ട് വേദം മുറിയിലേക്ക് വരുവാണ്. അങ്ങനെ കഴിച്ചെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു, അതെ, ഞാൻ ഈ മുറിയിലുണ്ടെന്ന് ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ വന്ന് പിടികൂട്ടിയിട്ടുണ്ട്, എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ വേദം പറഞ്ഞു, ഇപ്പം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, അല്ല നിനക്കത് ബുദ്ധിമുട്ടാവത്തില്ലേ, ഇനിയിപ്പം നിൻ്റെ അച്ഛനോ അമ്മയോ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ. വേദം പറഞ്ഞു, എനിക്ക് പേടിയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. സത്യമായിട്ടും പേടിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, ആഹാ അത്രയ്ക്ക് ധൈര്യം ഉണ്ടോയെന്ന് ചോദിച്ചു. ഉണ്ട്. അല്ല വിക്രത്തിനോന്ന് ചോദിച്ചു. എനിക്കും നല്ല ധൈര്യമാണ്. ആരെങ്കിലും ഇനിയിപ്പോൾ ഇത് കണ്ടുകൊണ്ട് വരുവാണെങ്കിലുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് വേദം അങ്ങ് ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും കണ്ടുകൊണ്ട് വരുവാണെങ്കിൽ ഞാൻ നിന്നെ ഒന്നുകൂടെ അങ്ങോട്ട് ചേർത്ത് പിടിക്കും, എന്നിട്ട് കണ്ടോളാൻ പറയുമെന്ന് പറഞ്ഞു. അത് മാത്രമല്ല ചേർത്തിരുത്തിയൊരു ഫോട്ടോയും കൂടെ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേദം പറഞ്ഞു, അതെ എങ്കിൽ നമുക്കൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. രണ്ടുപേർക്കും ചേർന്ന് നിന്നൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തോ, വിക്രതും വേദയും കൂടെ ചേർന്ന് നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കുകയാണ്. വിക്രം വേദയെ ചേർത്ത് പിടിച്ചു. വേദയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലമായെങ്കിലും ഈ കുറച്ച് ദിവസം ഒന്ന് രണ്ട് ദിവസമായിട്ടാണ് അവർ ഇത്രമാത്രം അടുത്തത്. അവർ ഭാര്യ ഭർത്താക്കന്മാരായത്. എന്താണെങ്കിലും ഒരു മുറിക്കകത്തായതുകൊണ്ട് അവരുടെ ഹണിമൂൺ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. ഉർവശി ശാപ ഉപകാരപ്രദം എന്ന് പറഞ്ഞവണൊക്കെ കൃത്യസമയത്ത് തന്നെ വാസവന് വിക്രത്തെ ഉപദ്രവിക്കാൻ തോന്നി നന്നായി. അതുകൊണ്ടാണല്ലോ അവർ രണ്ടുപേരും ഒന്നിക്കാനായിട്ട് കാരണമായത്. അങ്ങനെ അവർ സന്തോഷിക്കുകയാണ്. കാരണം ഇന്നൊരു രാത്രിയും കൂടെ കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇനി പ്രശ്നങ്ങളൊക്കെ മാറുമല്ലോ, പേടിക്കേണ്ട കാര്യമില്ലോ എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു അവരുടെ മനസ്സിൽ. പുള്ളിക്കിനെ കൊണ്ടുവന്ന് ഹാജരാക്കുന്നതോടെ എല്ലാം തീരുമല്ലോ എന്ന്. പക്ഷെ അവർക്കറിയത്തില്ലല്ലോ സംഭവിക്കാൻ പോകുന്ന ദുരിതം എന്താണെന്നുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.